എല്ലാ വ്യൂസിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ 2024 മോഡൽ ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡർ എക്സ് ടെക്കിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൂപ്പർ സ്പ്ലെൻഡർ എക്സ് ടെക്കിൻ്റെ ഇപ്പോൾ എഞ്ചിനെല്ലാം ചേഞ്ച് ആയി 125 cc വന്നിട്ടുണ്ട്. അതുകൂടാതെ ഒത്തിരി ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. i3s ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫുൾ ഡിജിറ്റൽ മീറ്റർ വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഇപ്പോൾ പുതിയ മോഡൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് മെമ്പർ ആയിക്കോളുക. അതുകൂടാതെ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ നോക്കാം. വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കാം. നമുക്ക് ആദ്യമായി കാണുന്നത് ഒരു ഗ്ലോസി ബ്ലാക്ക് കളറുള്ള സൺവൈസറാണ്. അതിനൊരു ഹീറോയുടെ അടിപൊളി ബാഡ്ജിങ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മാറ്റ് ബ്ലാക്ക് കളറിലുള്ള 2 സൈഡ് മിറേഴ്സ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വൈസറിന് മറ്റൊരു പ്രത്യേകിച്ച് വൈസറിൻ്റെ നമ്മുടെ ഹീറോൻ്റെ ബാഡ്ജിങ്ങിൻ്റെ താഴെയായിട്ട് ഒരു ക്രോമിൻ്റെ ബാഡ്ജിങ് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ ഒരു റിച്ച് ഫീൽ, ഒരു ലക്ഷറി ഫീൽ കിട്ടാനായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഈ ക്രോം പീസിൻ്റെ 2 സൈഡിലായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ബോഡി കളർ ഏതാണോ അതിനോട് ചേർന്നിട്ടുള്ള യോജിച്ചിട്ടുള്ള ഗ്രാഫിക്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് എല്ലാം തന്നെ LED ലൈറ്റ്സ് ആണ്. അതുകൂടാതെ സ്പ്ലിറ്റ് ബൾബുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിം ബ്രൈറ്റിനെല്ലാം തന്നെ സെപ്പറേറ്റ് ബൾബുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഹെഡ്ലൈറ്റിൻ്റെ നടുവിലായിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു LED ഒരു ഡേ ടൈം ലൈറ്റ്സും കമ്പനി കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഹാലജൻ ബൾബുകൾ യൂസ് ചെയ്തിട്ടുള്ള നോർമൽ 10 വാട്ടിൻ്റെ ഹാലജൻ ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഓൾറെഡി 2023-ലും 2024-ലും ഈ ഒരു സെയിം മോഡൽ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. കുറച്ച് ഗ്രാഫിക്സും ഈ പറഞ്ഞ i3s ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ ഫുൾ ഡിജിറ്റൽ മീറ്റർ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ആയിട്ടുള്ള ഒരു നല്ല നീളമുള്ള സ്റ്റെം ട്യൂബ് ആയതുകൊണ്ട് നമുക്ക് നല്ലപോലെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതുകൂടാതെ ഫ്രണ്ട് സസ്പെൻഷനെ കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു പോർഷൻ കൂടി ആയിരുന്നു. അപ്പോൾ സസ്പെൻഷൻ്റെ ആ സ്റ്റെം ട്യൂബ് സ്ക്രാച്ച് ആവാതിരിക്കാനും പൊടി മണ്ണൊക്കെ അടിച്ചിട്ട് സ്ക്രാച്ച് ആവാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നു. വാഹനത്തിൻ്റെ ഫ്രണ്ട് 90-18 ട്യൂബ്ലെസ് ടയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്പ്ലെൻഡറിൽ വരുന്ന സെയിം ടയർ സൈസും അലോയ് വീലിൻ്റെ സൈസുമാണ്. പിന്നെ ഇത് ഹൈൻഡ് മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഡിസ്ക് ബ്രേക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡ്യുവൽ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടുള്ള ഡിസ്ക് ബ്രേക്കാണ് ലഭിക്കുന്നത്. മാറ്റ് ഗ്രേ കളറിലുള്ള അലോയ് വീൽസ് ലഭിക്കുന്നുണ്ട്. അലോയ് വീൽസിൽ നമുക്ക് വൈറ്റിൻ്റെയും റെഡിൻ്റെയും നല്ല ഭംഗിയുള്ള ബോഡി ഗ്രാഫിക്സും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഷോക്കപ്പിൻ്റെ 2 സൈഡിലും യെല്ലോ കളറുള്ള റിഫ്ലക്ടറും കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് സിംഗിൾ ഫ്രെയിമിലുള്ള ഡയമണ്ട് ഫ്രെയിമിൽ വരുന്ന വണ്ടിയാണ് നമുക്കിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വാഹനത്തിൻ്റെ ഡയമെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ടോട്ടൽ വീൽ ബേസ് വരുന്നത് 1267 mm. ഏകദേശം നമ്മുടെ പാഷൻ എക്സ് ടെക്ക് അതുപോലെ തന്നെ ഗ്ലാമർ എക്സ് ടെക്കിൻ്റെയൊക്കെ സെയിം സൈസ് ഈ വാഹനത്തിന് വരുന്നുണ്ട്. പക്ഷേ വില കുറവാണ്. 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതായത് നമ്മുടെ സ്പ്ലെൻഡറിനേക്കാളും പാഷനേക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതൽ നമുക്ക് വാഹനത്തിന് കിട്ടുന്നുണ്ട്. ആകെ വെയിറ്റ് 123 കിലോഗ്രാമാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്ക് അല്ലാത്ത മോഡലിന് ഏകദേശം 2 കിലോളം കുറയുന്നേ ഉള്ളൂ. പിന്നെ ടോട്ടൽ സീറ്റ് ഹൈറ്റ് വരുന്നത് 752 mm. അത് നമുക്ക് സ്പ്ലെൻഡറിനേക്കാളും അതുപോലെ തന്നെ പാഷനേക്കാളും നിസ്സാരം ഒരു 2-3 mm കുറവുള്ളൂ. എന്നാൽ തന്നെ നമുക്കൊരു 5 അടിക്ക് അടുത്ത് പൊക്കമുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് കയറുന്ന ഓടിക്കാൻ പറ്റുന്നതാണ്. വാഹനത്തിന് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് വെച്ചാൽ 12 ലിറ്റർ സ്റ്റോറേജ് ഉള്ള ഈ ഫ്യൂൾ ടാങ്കാണ്. ഫ്യൂൾ ടാങ്കിൻ്റെ മേളിലായിട്ട് സൂപ്പർ സ്പ്ലെൻഡറിനുള്ള ഒരു അടിപൊളി 3D ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ടാങ്കിൽ നിന്ന് സൈഡ് കവർ ചെയ്യുന്ന നേരെ ടെയിൽ പീസിലേക്ക് വരുന്ന രീതിയിലുള്ള സിൽവറിൻ്റെയും വൈറ്റിൻ്റെയും മിക്സ് ആയിട്ടുള്ള ബോഡി ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2024 മോഡലായിരുന്നു. നമുക്ക് E20 ഫ്യൂൽ സപ്പോർട്ടുള്ള അടിപൊളി ഫ്യൂൾ ടാങ്കാണ് നമുക്ക് ലഭിക്കുന്നത്. ഇടത്തെ സൈഡിലെ സ്വിച്ചസ് നമുക്ക് ഡിം ബ്രൈറ്റ് കൂടാതെ ഇൻഡിക്കേറ്റർ കൂടാതെ പാസിൻ്റെ ബട്ടണും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വലത്തെ സൈഡിലേക്ക് വരുമ്പോൾ i3sൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടണാണ് കൊടുക്കുന്നത്. വാഹനത്തിൻ്റെ മീറ്റർ ഫുൾ ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. കോള്, SMS, മൊബൈലിൻ്റെ റേഞ്ച്, ബാറ്ററി ഇതിനെല്ലാം നോട്ടിഫിക്കേഷൻ നമുക്ക് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള USB പോർട്ട് കുത്താനുള്ള USB കേബിൾ കുത്താനുള്ള പോർട്ടും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സിംഗിൾ ബട്ടൺ ഓപ്പറേറ്റഡ് ആണ്. അതായത് മോഡ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ബട്ടൺ മാത്രമേ നമ്മുടെ വണ്ടിയിൽ വരുന്നുള്ളൂ. അത് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കാണാൻ സാധിക്കും. പിന്നെ ട്രിപ്പ് 1-ൻ്റെയും ട്രിപ്പ് 2-ന് ട്രിപ്പ് A, B ഇത് രണ്ടും ഈ മോഡ് എന്നുള്ള ബട്ടൺ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ LED നമുക്ക് ന്യൂട്രൽ ലൈറ്റ്, ഡിം ബ്രൈറ്റ്, എഞ്ചിൻ മാൽ ഫംഗ്ഷൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വലത്തെ സൈഡിൽ LED ലൈറ്റ്സിൽ നമുക്കൊരു കമ്പനി കാണിച്ചു തരുന്നതാണ്. ഞാൻ പറഞ്ഞ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള USB സപ്പോർട്ട് വരുന്നത്. നോർമൽ കീ തന്നെയാണ്. നമ്മുടെ ഗ്ലാമറിലൊക്കെ വരുന്ന പോലെ തന്നെ സെയിം കീ തന്നെയാണ് വണ്ടിയിൽ വരുന്നത്. വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. 5 അടിയല്ല, ഒരു 5-2 തൊട്ട് പൊക്കമുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് കയറിയിരിക്കാനും വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും അതുപോലെ തന്നെ വണ്ടി ഓടിച്ചു കൊണ്ടുവന്ന് വെക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സീറ്റിനോട് ചേർന്ന് തന്നെയുള്ള സിൽവർ കളറിലുള്ള ഒരു അടിപൊളി റിയർ ഗ്രാബ് റെയിലും നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് 124 cc സിംഗിൾ സിലിണ്ടർ എയർ കോൾഡ് 4 സ്ട്രോക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിനാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. മാക്സിമം പവർ 10.7 bhp ലഭിക്കുന്നുണ്ട്. മാക്സിമം ടോർക്ക് വരുന്നത് 10.6 Nm. ആദ്യത്തെ പോലെ തന്നെ 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. ടോപ്പ് സ്പീഡ് നമുക്കൊരു 85-90 വരെ ടോപ്പ് സ്പീഡിൽ ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. 120 cc ആണ്. നമുക്കൊരു 55-60 ഇടയിലുള്ള നല്ലൊരു മൈലേജ് ലഭിക്കുന്നുണ്ട്. 5 സ്പീഡ് ട്രാൻസ്മിഷനാണ്. പിന്നെ ഫ്രണ്ട് ക്രാഷ് ഗാർഡ് വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ ഓൾറെഡി വരുന്നുണ്ട്. ഫ്രണ്ട് സൈഡ് ഫുഡ് റെസ്റ്റ് വരുന്നത്
ഫിക്സഡ് ടൈപ്പാണ് വരുന്നത്, നമുക്കത് ഫോൾഡ് ചെയ്യാൻ സാധിക്കില്ല. മെയിൻ സ്റ്റാൻഡ് അതായത് സെൻട്രൽ സ്റ്റാൻഡും കമ്പനി ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ സ്വിംഗ് ആം അതുപോലെ തന്നെ വി ഫുഡ് റെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഴയ മോഡൽ തന്നെയാണ്. അതുപോലെ തന്നെ ചെയിൻ കവർ ഫൈബർ ക്വാളിറ്റിയിലുള്ള ഫൈബർ മെറ്റീരിയലുള്ള നല്ലൊരു ചെയിൻ കവറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഫുഡ് റെസ്റ്റ് നമുക്ക് സിംഗിൾ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻബിൽറ്റ് ഓൾറെഡി സാരി ഗാർഡിൻ്റെ ഫുഡ് റെസ്റ്റ് എല്ലാം കമ്പനി നൽകുന്നുണ്ട്. ബാക്ക് സൈഡ് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പ്രിംഗ് ലോഡർ ആയിട്ടുള്ള സസ്പെൻഷനാണ്. നമുക്ക് അത് 5 പോയിൻ്റ് ആവശ്യം പോലെ അതിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റിയർ സൈഡിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ടെയിൽ ലൈറ്റാണ് പറയുന്നത്. ടെയിൽ ലൈറ്റ് പഴയ മോഡൽ തന്നെയാണ് നമുക്ക് ഇപ്പോഴും ലഭിക്കുന്നത്. സ്ക്വയർ ഷേപ്പിലുള്ള ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ട് ടെയിൽ ലൈറ്റിൽ ലഭിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം സെമി ഫ്ലെക്സിബിളാണ്. ഗ്ലാമറിലൊക്കെ വരുന്ന പോലെ തന്നെ ആ സെയിം ടു സെയിം ഷേപ്പിലുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ബാക്ക് സൈഡ് ടയർ കുറച്ചുകൂടി വണ്ണുള്ള ടയറാണ് വരുന്നത്. 100-90-18 ട്യൂബ്ലെസ് ടയർ നമുക്ക് ബാക്ക് സൈഡ് ലഭിക്കുന്നുണ്ട്. 18 ഇഞ്ച് അലോയ് വീൽസ് ലഭിക്കും. ബാക്ക് സൈഡ് ഡ്രം ബ്രേക്കാണ്. ഫ്രണ്ട് ഡിസ്ക് വരുമ്പോൾ ബാക്ക് സൈഡ് ഡ്രം ബ്രേക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാലും കോമ്പി ബ്രേക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് വണ്ടി നിർത്താൻ പറ്റുന്നുണ്ട്. സൈലൻസർ ചേഞ്ച് ആയിട്ടുണ്ട്. പഴയ മോഡലിനേക്കാളും കുറച്ചുകൂടി ചെറിയ സൈലൻസറാണ് നമുക്ക് ഈ പ്രാവശ്യം ലഭിക്കുന്നത്. സൈലൻസറിന് ഒരു ക്രോമിൻ്റെ അടിപൊളി കവറിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ കിക്ക് സ്റ്റാർട്ട് ഓൾറെഡി അവൈലബിൾ ആണ്. സിംഗിൾ സ്പാർക്ക് പ്ലഗ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കിക്ക് സ്റ്റാർട്ട് വണ്ടിയിലുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ബ്രേക്ക് പെഡൽ വരുന്നത്. കാറ്റലിക് കൺവേർട്ടർ വണ്ടിയിൽ ഓൾറെഡി വരുന്നുണ്ട്. കാറ്റലിക് കൺവേർട്ടർ അതിൻ്റെ ഒരു ഷീൽഡും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കാലൊന്നും പൊള്ളാണ്ടിരിക്കാനായിട്ട്. പിന്നെ ലെഗ് ഗാർഡ് വരുന്നുണ്ട്. സേഫ്റ്റി ബോക്സിനായിട്ട് ഗ്ലോ ബോക്സിനായിട്ട് പോർഷൻ ഉണ്ട്. അതിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ഒരു ബാഡ്ജിങ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ സ്റ്റിക്കർ വർക്കുകൾ കാണുന്നത്. എല്ലാം ഒരു മാറ്റ് സിൽവർ കളർ അല്ലെങ്കിൽ ഒരു മാറ്റ് ഗ്രേ എന്നാണ് എനിക്ക് തോന്നുന്നത് കളറുള്ള ഗ്രാഫിക്സ് ആണ്. വണ്ടിയുടെ ഫ്യൂൽ ടാങ്കിൽ നിന്ന് സൈഡ് കവർ വഴി ടെയിൽ പീസിലേക്ക് ഫുൾ എത്തിയിരിക്കണം. ആ ഒരു ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നല്ലൊരു ഭംഗിയായിട്ട് തോന്നുന്ന തരത്തിലുള്ളൊരു അടിപൊളി ബോഡി ഗ്രാഫിക്സ് ആണല്ലോ സൂപ്പർ സ്പ്ലെൻഡറിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ എക്സോസിൻ്റെ അതുപോലെ തന്നെ എഞ്ചിൻ്റെയൊക്കെ സൗണ്ട് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. സ്പ്ലെൻഡർ സീരീസിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു വണ്ടിയാണ് സൂപ്പർ സ്പ്ലെൻഡർ എന്ന് പറയുമ്പോൾ. സ്പ്ലെൻഡറിനെ പോലെ ഒതുങ്ങിയ വണ്ടിയാണ്. കുറച്ച് വലിപ്പമുള്ള ആൾക്കാർക്ക് ഓടിച്ച് നടക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫാമിലി, ഇപ്പോൾ ഒരു അച്ഛൻ അമ്മ ഒരു കുട്ടിയുള്ളൊരു ഫാമിലിക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. എന്നാൽ പോലും നമുക്കൊരു ഗ്ലാമറിൻ്റെയൊക്കെ അത്രയും വില വരുന്നില്ല. പാഷൻ എക്സ്പ്ലോറിൻ്റെയൊക്കെ അത്രയും വണ്ടിക്ക് വിലയും വരുന്നില്ല. 1 ലക്ഷം രൂപ റേഞ്ച് വണ്ടിക്ക് വില വരുന്നുള്ളൂ. നിങ്ങൾക്ക് EMI ഇട്ട് എടുക്കാനാണെങ്കിൽ അതിനുള്ള സെറ്റപ്പ് ചെയ്ത് തരാം. നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് 10,000 രൂപ താഴെ മാത്രം വരുന്നുള്ളൂ. ഇനിയിപ്പോൾ നല്ല സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ 10,000 രൂപ പോലും വേണ്ട. നമുക്ക് 0% ഡൗൺ പേയ്മെൻറ്റിൽ വണ്ടി ഇറക്കി തരാം. അപ്പോൾ ഡീലർഷിപ്പിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താവശ്യമുള്ളവർ വിളിക്കുക. ഓൾ കേരള ഫിനാൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഏത് വാഹനമായിട്ട് എക്സ്ചേഞ്ചും പോസിബിൾ ആണ്. അപ്പോൾ എന്ത് കാര്യത്തിനും ഡീലർഷിപ്പിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഇതിൽ താഴെ കൊടുക്കുന്നത്. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. യൂസ്ഡ് ബൈക്സിൻ്റെ ഡീറ്റെയിൽസ്, യൂസ്ഡ് സ്കൂട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡെയിലി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാ അക്കൗണ്ട് കൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ